റബീഉൽ അവ്വൽ 12-ന് സുന്നികൾ മൗലിദ് നടത്താറുണ്ട്. എന്താണത്? എന്താണ് സുന്നികൾ അതിൽ നടത്താറുള്ളത്? മദ്ഹ് പറയാം, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് മദ്ഹ് പറയാൻ നിർദ്ദേശിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പൊ മുജാഹിദീങ്ങൾക്ക് മുത്തുനബിന്റെ മദ്ഹേ പറയാൻ പറ്റാത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സ്വലവാതി അലൻ നബി, മുത്തുനബിനെ സംബന്ധിച്ച് ബദ്റു തമാം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. ലിസിദ്ദതി ഹുസ്നികിം യബ്കിൽ ആനാമോ ഫസൈഖു മുഹമ്മദുൻ ബദ്റു തമാമോ. എടവണ്ണ ചേക്ക് മയമീനെ പറ്റി പറഞ്ഞാൽ അത് ചൊർക്കേ. നേരത്തെ പറഞ്ഞായിരിക്കും ഇത് ചക്കര, മറ്റേതെന്താ കൊപ്പരെ, കൊപ്പര അല്ലേ? അല്ലാഹു ഫേരോ തുതിയും സലവാത്തോ അതിനാൽ തുടങ്ങിടാൻ അരുൾ ചെയ്ത വേദാമ്പ. ശിർക്ക് ഉമർ മൗലവിനെ പറ്റിയോ? കേഴുന്നു കേരള മക്കൾ നീന കോരോ രണ്ടാമനിൽ ലന്ന ദുഃഖം ശ്രവിക്കയാൽ സ്വർലോകം കൈക്കൊള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങോ സമ്പാദിച്ചു ഭൂമിയെ കേഴുന്നു കേരള മക്കൾ നീനക്കൊലു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ സ്വർഗത്തിലേക്കു വേദന ശാന്തി തൻ സായുജമടയുവാൻ. മൊയ്തീമാലയ്ക്ക് എത്ര ടൂറുണ്ടെങ്കിലും ഒക്കെ ഫിറ്റാണതാണ് ഉമ്മറുമാല. ഇങ്ങനെ കുറെ വാപ്പറുമാലയുമായിട്ട് ഇവര് രംഗത്ത് വരും. അതിലൊരു കുഴപ്പമല്ല. അതിലെന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് കുതിച്ചോ ചക്കക്കുരു തെറിച്ചാൽ ഒരൊറ്റ തെറിച്ച. പണ്ട് ഒരാള് ഒരു മയ്യത്തിനെ കബറിക്ക് വെക്കണം എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെ കയ്യ് വറക്കണം, നിങ്ങൾക്ക് വയസ്സായില്ലേ? അല്ല കുട്ടികളെ, എന്നോട് തന്നെ വെക്കണം വസിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ശരി, കയ്യ് കൊടുത്തതാ. കയ്യ് കൊടുത്തോടുകൂടെ മയ്യത്തിൽ ഒറ്റ ചാടല. ഇയാളിങ്ങനെ മേപ്പിട്ട് നോക്കുമ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ചോക്കുമ്പോ പറഞ്ഞു, മക്കളെ നിങ്ങളെ വാപ്പ ഹൂറിൽ നിങ്ങളെ കാണലും എന്റെ കയ്യിൽ നിന്ന് ചാടലും. ഈ കോലത്തിൽ ഒരൊറ്റ കുതിച്ചല സ്വർഗത്തിൽ എത്തിയല്ലേ എന്നുള്ള വിവരമല്ല. കാരണം ബാണം മുട്ടായിരിക്കാൻ കുറ്റി എവിടെ ആടിയെന്ന് ആരും നോക്കലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മദ്ഹ് മഹാന്മാരെ പറ്റി പറഞ്ഞൂടാ, മൗലവിമാരെ പറ്റി പറയാം. മദ്ഹ് പറയാന്നുള്ളത് പുണ്യമാണ്. ദിക്റുൽ അംബിയാ ഇബാദ, ദിക്റു സ്വാലിഹീന കഫാറ.